എല്ലാവർക്കും സന്ധു ചാനലിലേക്ക് സ്വാഗതം. ഹായ്, ഇന്ന് നമുക്കൊരു ചൂര അച്ചാർ ഉണ്ടാക്കി വെക്കാം. ഒരു അടിപൊളി കിടിലൻ ചൂര, അല്ലെങ്കിൽ ചില സ്ഥലത്ത് അതിന് സൂത എന്ന് പറയും, ചില സ്ഥലത്ത് കുടുക എന്ന് പറയും. അപ്പോൾ ചൂര അച്ചാർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൂര അച്ചാറാണ്. അതിലേക്ക് നമ്മളൊരു 3 മുഴുത്ത ചൂര മേടിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 4 കിലോളം ഉണ്ടാവും. ഒരു 3 അടിപൊളി ചൂര. ആദ്യം ഇത് നല്ല ഉപ്പിട്ട് നല്ല കഴുകണം കേട്ടോ. അടിപൊളിയായിട്ടൊരു 3 പ്രാവശ്യമെങ്കിലും അടിപൊളിയായിട്ടത് കഴുകിയെടുക്കണം. ഈ അച്ചാറുണ്ടെങ്കിൽ എല്ലാവരും ഒരു 2 പ്ലേറ്റ് ചോറെങ്കിലും ഉണ്ട് കേട്ടോ. അമ്മാതിരി കിടിലൻ അച്ചാറാണ്. കഴുകി വെച്ച ചൂര നല്ല അടിപൊളിയായിട്ട് മുള്ളൊക്കെ കളഞ്ഞെടുക്കുക. ആ മുള്ള് മാറ്റി വയ്ക്കാം. വേറെ മുള്ള് നമുക്ക് വേറെ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ബാക്കിയുള്ള ഫ്ലഷ് എല്ലാം കഴുകി മാറ്റി വയ്ക്കുക. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അച്ചാറിനുള്ളതാണ്, അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ആ മുഴുവൻ ചൂരയും മുറിച്ചെടുത്ത കഷ്ണങ്ങളാണ് ഇത്രയും ഉണ്ടാവും. പിന്നെ അതിലേക്ക് മസാല പുരട്ടാനുള്ള ഐറ്റംസാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടി അതിൽ പുരട്ടാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് മുളക് പൊടി ഒരു 4 സ്പൂൺ മുളക് പൊടി വേണം. ഒരു 10-12 ചെറിയ ഉള്ളി നല്ല തോല് കളഞ്ഞ് കഴുകിയെടുത്തത്, വെളുത്തുള്ളി ഒരു 2 തുടം വെളുത്തുള്ളി എടുത്തത്, പിന്നെ ഒരു ഇഞ്ചിയുടെ 2 കഷ്ണം. എല്ലാ മസാലകളും ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അതാണ് നമ്മൾ അരിഞ്ഞു വെച്ച മീനിൽ മസാല പുരട്ടാനുള്ളതാണ്. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. ഉപ്പ് പാകത്തിന് ഇടണം. ഏകദേശം മസാല ഈ പരുവത്തിലാണ് ഉണ്ടാവുക. അരച്ച മസാല നുറുക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് മെല്ലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. അധികം ശക്തിയൊന്നും ഉപയോഗിക്കരുത്. മീൻ കഷ്ണം ഉടഞ്ഞു പോയാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ മെല്ലെ മെല്ലെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. മസാല പുരട്ടി വെച്ച ഈ മീൻ കഷ്ണങ്ങൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിൽ വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മെയിനായി ആവശ്യമുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ്. കറിവേപ്പിൻ്റെ ഇല ഒരു 8-10 ഇതളെങ്കിലും വേണം. കറിവേപ്പിൻ്റെ ഇലയും വെള്ളുള്ളിയാണ് നമുക്ക് മെയിനായിട്ട് ഇനി വറവിലേക്ക് ആവശ്യമുള്ളത്. ഇനി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഒരു 8-10 തുടം വെളുത്തുള്ളി നേരാക്കിയത്, ഉലുവയും കായും എണ്ണയിൽ വറുത്ത് പൊടിച്ചത്, ഒരു 10 പച്ചമുളക് അരിഞ്ഞെടുത്തത്, കുറച്ച് ഇഞ്ചി കുനുകുന അരിഞ്ഞത്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി. ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ മീൻ വറുത്ത് കോരിയുണ്ടെങ്കിൽ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇതിന് ജലാംശം ഒട്ടും വരാൻ പാടില്ല. അപ്പോൾ മസാല പുരട്ടി വെച്ച മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വറുത്ത് കോരുക. ഈ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഉരുളി ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് കരിയും, ഉള്ളിലേക്ക് വേവ് എത്തില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലേ നല്ല അടിപൊളിയായി കിട്ടുള്ളൂ. വറുത്തെടുക്കുന്ന മീനിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വാദും മണവും കൂടും. ചൂരമീനിൻ്റെ മുള്ളുകൊണ്ടുണ്ടാക്കിയ കറി ഇപ്പുറത്തിരുന്ന് വിശ്രമിക്കുന്നുണ്ട്.
വറുത്ത് കോരി വെച്ച ചൂരമീനിൻ്റെ കഷ്ണങ്ങളാണത്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം, എന്നാലാണ് അച്ചാർ നല്ല അടിപൊളിയാവുള്ളൂ. മീൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് വറുത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി ബാക്കി ഐറ്റംസ് എല്ലാം വറുത്തെടുക്കുന്നത് ഈ എണ്ണയിൽ തന്നെയാണ്. അതാണ് നല്ലതും അതാണ് ലാഭവും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കുക. പിന്നെ ബാക്കിയുള്ള ഇഞ്ചി കഷ്ണങ്ങളായി അരിഞ്ഞത്, വറ്റൽമുളക് ഒരു 4 കഷ്ണം, പച്ചമുളക് കുനുകുനെ അരിഞ്ഞത് എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഓരോ ഐറ്റം ചേർക്കുമ്പോഴും നന്നായി ഇളക്കി കൊടുക്കണം, എന്നാലേ നല്ല അതിൽ മിക്സ് ആവുള്ളൂ, നല്ല പിടിക്കുള്ളൂ. അതേമാതിരി മുളക് പൊടി, എടുത്ത് വെച്ച മുളക് പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി വഴറ്റുക. പിന്നെ നമ്മൾ എണ്ണയിൽ വറുത്ത് പൊടിച്ച ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ച പൊടി ഒരു 2 സ്പൂൺ, അധികം വേണ്ട, അധികമായ കയക്കും, അവിടെ 2 സ്പൂൺ ഇട്ടാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജായി. ഇനി ബാക്കി ഇത് നല്ല മൂത്ത് വരുമ്പോൾ കുറച്ച് സുർക്ക, അതായത് വിനാഗിരി ഒരു 5-6 സ്പൂണ് അങ്ങനെ ആവശ്യത്തിന് ഒഴിക്കുക. വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റെങ്കിലും ചെറിയ ഫ്ലെയിമിൽ ഇതിലിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. സുർക്ക അല്ലെങ്കിൽ വിനാഗിരി കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം, നിങ്ങളുടെ ആവശ്യത്തിന്, അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട്. ഈ നേരത്തെ തന്നെ ഇതിൽ ഉപ്പൊക്കെ നല്ലവണ്ണം കറക്റ്റ് പാകത്തിനില്ലേന്ന് നോക്കി, കുറവുണ്ടെങ്കിൽ അത് പാകത്തിന് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെ ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ഐറ്റം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.